പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആരെയും നമ്മൾ എടുത്തിയാടി വിധി എഴുതാൻ പാടില്ല. നമ്മൾ വാഹനത്തിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട്. റോഡിൻ്റെ അരികിന് അതിൽ എഴുതിയിരിക്കും ഇങ്ങനെ: റോഡ് റിപ്പയർ നടക്കുകയാണ്, നിങ്ങളുടെ ക്ഷമയ്ക്കും സഹകരണത്തിനും നന്ദി. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ക്ഷമാപൂർവ്വം പതുക്കെ വണ്ടി ഓടിക്കും. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ബന്ധപ്പെടുമ്പോഴും സഹകരിക്കുമ്പോഴും ചിലപ്പോൾ അവർ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കാനുള്ള സാഹചര്യം അവർ സൃഷ്ടിക്കും. അപ്പോൾ അവിടെ നമുക്ക് ക്ഷമ ആവശ്യമാണ്. അവിടെ മനസ്സിലും ഈ റോഡിലും പോലെ റിപ്പയർ നടക്കുന്നുണ്ടായിരിക്കാം. ഡിപ്രഷൻ മനസ്സിലേക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ സ്നേഹം കിട്ടാത്ത കുട്ടികൾക്ക് സ്നേഹത്തെപ്പറ്റി അറിയില്ല. അപ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ ചെറുപ്പത്തിൽ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരാം. ഡിപ്രഷൻ കൊണ്ട് ദേഷ്യമുള്ളവരുണ്ടാകും, അഹങ്കാരം കൊണ്ട് ദേഷ്യമുള്ളവരുണ്ടാകും, അഹംഭാവം കൊണ്ട് ദേഷ്യമുള്ളവരുണ്ടാകും, ആരെയും പിടിച്ചാമ്പഴത്തേനുള്ള ഈഗോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. നമ്മളിപ്പോൾ അടുത്തൊരാൾ നമ്മൾ ദേഷിക്കുന്നത് കണ്ടാൽ നമ്മൾ മാറുന്നല്ലേ നിൽക്കും. ഈ ക്ഷമ നമുക്ക് ആവശ്യമാണ്. മാറുന്ന കാണുന്ന പോലെ മനസ്സിനെ കൊണ്ട് അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് കിട്ടും. അപ്പം നമ്മളോട് ദേഷിക്കാൻ തുടങ്ങിയ അവിടെ എന്തായിരിക്കും? മറ്റവരെക്കാളും ഇരട്ടി തെറ്റ് ചെയ്യുന്നവരും അവനെക്കാളും താഴ്ന്നവനും ആകാണ് ചെയ്യുന്നത്. എപ്പോഴും ക്ഷമയാണ്, അതൊരു പരിമളം തന്നെയാണ്. പറയും, തീട്ടത്തിൽ വൈരം കിടന്നാലും നമ്മളെടുക്കും. കാരണം അത്ര മഹത്വമാണ് ക്ഷമയ്ക്ക്. തിരിച്ചും പലതും ചോദിക്കും ചില സാഹചര്യത്തിൽ. എങ്ങനെ അത് ധർമാധർമ്മമുണ്ട്. നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ ആണ് ഒരു കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു വേടൻ മൃഗത്തെ കൊല്ലുന്ന കാണുമ്പോൾ ദേഷ്യം വരും. ബ്രാഹ്മണനാണ് മൃഗങ്ങളെ അങ്ങനെയൊന്നും കൊന്നു തിന്ന ആളല്ല. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാം. പക്ഷെ അവന് ആ കാട്ടു ജീവിക്കുന്നവർക്ക് എന്താണ്, അവരുടെ ജീവിതത്തിൻ്റെ വേറെ ജോലി അറിയില്ല. അവരുടെ ഭക്ഷണം അതാണ്, അവരുടെ സംസ്കാരം എന്താണ്, ധർമ്മം എന്താണ്, അത് മനസ്സിലാക്കുമ്പോൾ പിന്നെ ദേഷിക്കാനില്ലല്ലോ. ഇപ്പോൾ പൂജാരി ചെയ്യുന്നത് ഈശ്വരൻ്റെ പൂജ ചെയ്യുന്നവരാണ്. ഇറച്ചി വെട്ടുകാരൻ ചെയ്യുന്നത് ഇറച്ചി വെട്ടി ജോലി ചെയ്യുകയാണ്. പൂജാരിയുടെ ജോലി തെറ്റെന്ന് പറയാനൊക്കത്തില്ല. അയാൾക്ക് തൊഴിൽ ഇതേ അറിയാവുള്ളൂ. അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അതുപോലൊരു കാഴ്ചപ്പാടാണിതും. പക്വതയില്ല, അവൻ അതേ അറിയാവുള്ളൂ. ഇന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണർത്തിയെടുക്കാൻ നോക്കണം. വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ചൂണ്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, പശു തെങ്ങും തൈ കടിക്കുമ്പോഴോ സ്നേഹത്തിൻ്റെ സ്വരൂപമല്ലേ, എൻ്റെ ഡാളിങ്ങും പശുവല്ലേ, പൊന്നു പശുവല്ലേ, തേൻ പശുവല്ലേ, ചക്കര പശുവല്ലേ എന്ന് പറയില്ല. ഉണ്ട് പശു എന്ന് പറഞ്ഞു വടി കോങ്ങി കാണിക്കും. അടിക്കരുത്. അതുപോലൊരു ഭാവം കൊടുക്കണം. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ഭാവത്തിൽ മുഖം മൂടിയാണ്. ഇങ്ങനെ കാണിച്ചാലേ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് വെച്ചിട്ടാണ് അമ്മ അങ്ങനെ കാണിക്കുന്നത്. അത് അമ്മയുടെ സ്നേഹത്തിൻ്റെ മുഖമായിട്ടാണ് പറയുന്നത്. ആ ദേഷ്യം നമ്മളെ ബന്ധിക്കത്തതുമില്ല. അത് മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ്, അല്ല തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ സത്യത്തെ നിലനിർത്തണമെങ്കിലും ഇപ്പം നമ്മൾ ചിലത് പറയേണ്ടി വരും. കുട്ടിയെ സത്യം പഠിപ്പിക്കാൻ വേണ്ടി അമ്മ കുട്ടിയോട് പറയാണ്, എടാ കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും, കള്ളം പറഞ്ഞാൽ മൂക്ക് നീണ്ടു പോകും, കള്ളം പറയല്ലേ കുട്ടിയോട് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ണുപൊട്ടന്മാരാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ നമുക്കാർക്കും മൂക്ക് ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. സത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമ്മ തന്നെ ഒരു കള്ളം പറയുക. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾ പൈസ മോട്ടിച്ച് മിഠായി മേടിക്കാൻ പോകും, അല്ലെങ്കിൽ മോട്ടിച്ച് പഞ്ചസാര വാരി തിന്നുക, അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ എടുക്കുക, ചെറിയ മറ്റുള്ള കുട്ടിയുടെ പെൻസിൽ എടുക്കുക, പേന എടുക്കുക, ഇതൊക്കെ മോട്ടിക്കുന്ന സ്വഭാവം ഉണ്ടാകും. കളിപ്പാട്ടങ്ങൾ മോട്ടിക്കുക. അപ്പോൾ കുട്ടികളോട് അമ്മമാരിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ സത്യത്തെ നിലനിർത്താൻ ഇങ്ങനെ പറയേണ്ടി വരും.
കാരണം ഇപ്പോൾ കുട്ടിക്ക് വിവേകബുദ്ധിയില്ല. ഭയം കൊണ്ട് മാത്രമേ അതിൻ്റെ നല്ലതും ചീത്തയും തിരിച്ചറിയാനൊക്കെ ഉള്ളൂ. തോക്കെടുത്ത് കളിക്കോപ്പായിട്ട് കളിക്കാൻ കൊടുക്കുമോ? ഇല്ല. കുട്ടിക്ക് വിവേകമില്ല. അപ്പോൾ അതിനോട് എങ്ങനെ നമ്മൾ പറയും? ചില കാര്യങ്ങൾ അതിൻ്റെ സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കണ്ട, ശരിയായ പ്രായോഗിക യുക്തിയാണത്. പ്രായോഗികമായ യുക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മഹാഭാരതത്തിലെ ധർമാധർമ്മമാണ്. ധർമ്മത്തെ നിലനിർത്തണം. സാഹചര്യങ്ങൾ നോക്കി പറയുന്നതും അവൻ്റെ മനോഭാവം നോക്കി പറയുന്നതൊക്കെയാണ് ധർമ്മ എന്ന് പറയുന്നത്. യുദ്ധം ചെയ്യുന്ന സമയത്ത് ധർമ്മത്തെ നിലനിർത്തണമല്ലോ. അതുകൊണ്ടാണ് യുധിഷ്ഠിര അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞത്. താൻ കള്ളവും പറഞ്ഞില്ല, പക്ഷെ ആ സാഹചര്യത്തിൽ ആ വാക്ക് അദ്ദേഹത്തെ ദുർബലമാക്കുക. ദുഃഖം വന്നു പിന്നെ ശൗര്യം നിലനിർത്താൻ സാധിച്ചില്ല ദ്രോണർക്ക്. കാരണം ദ്രോണർ കൗരവപ്പടയുടെ കൂടെയാണ്, 100 കൊല ചെയ്യുന്ന ഒരാളുടെ കൂടെയാണ് ഇരിപ്പുള്ളത്. അപ്പോൾ അധർമ്മം വരും. ധർമ്മം നിലനിർത്തുകയും വേണം. ധർമ്മം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു വലിയ വൃക്ഷം നടണമെങ്കിൽ കുറച്ച് പുല്ലുകൾ വെച്ച് കളയേണ്ടി വരും. വലുത് വരുമ്പോൾ ഇതൊരു ദോഷമായിട്ട് പറയുന്നില്ല. അതുപോലെ നമ്മൾ ഒരു വീട് വയ്ക്കാൻ സ്ഥലമില്ല, കുറച്ച് തെങ്ങ് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കളയുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വീടിൻ്റെ സ്ഥാനം ഓർക്കുമ്പോൾ അതൊരു അധർമ്മമായിട്ട് വരുന്നില്ല. അല്ലാതെ വെട്ടുമ്പോൾ നമ്മളത് അധർമ്മമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒന്ന് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നു, മൂത്ര ഇൻഫെക്ഷൻ ഉണ്ടായാൽ നല്ല നല്ല സെല്ലുകൾ ചിലപ്പോൾ പോകും. അപ്പോൾ വലുതിനെ സുഖപ്പെടുത്താൻ നോക്കുമ്പോൾ ഇത് തെറ്റല്ല. അതുപോലെ വരുന്നുള്ളൂ.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Modern science says that the universe is made up of electrons, neutrons, protons. Our ancient rishis in the highest state of meditation disclosed that the universe is constituted of three subtle basic components, the trigunas. Neutrons have no charge and are inactive. They represent the tamasic guna. Electrons are negatively charged and are always on the move. They represent the rajasic guna. The protons are positively charged. They are not agitated, but at the same time not inactive. And this represents sattva guna. So the thing is, the three gunas are present everywhere in all our physical, mental, emotional and intellectual activities. While most people experience a mix of the gunas, some are more rajasic or tamasic and a handful are sattvic. So one point to remember is that none of these gunas are useless. The problem comes when we are not able to balance them in the right proportion. Tamas is very much needed to get the much needed rest or sleep, which is like a natural way to connect with consciousness and feel relaxed and rejuvenated. People who have insomnia, I see so many people, when I sit next to Amma during the morning darshans, I see so many people who are not able to sleep. And they ask Amma's advice how to fall asleep. So if you look at them, they are on the verge of madness or craziness. They are about to go through a nervous breakdown. So what do? They take to sleeping pills to fall asleep. And this way we are inducing tamas in an unnatural way. And even when we drink coffee, what are we doing? We are inducing rajas. So without sleep, people will go crazy. So tamas is also important. However, an imbalance of these qualities can be dangerous. I mean, dangerous in the sense, we may find it very difficult to be active in the world, to discharge our duties, to carry out our responsibilities. Even an increased level in sattva could be negative for some people. I mean, when I say some people, for example, politicians, army officers or businessmen, or people who are very active in the world, but they can certainly be sattvically active if they want, if they focus on that. So this is to say that sattva is not an inactive state of mind, you can say actively balanced state of mind. On the contrary, for a person whose life is totally dedicated to spiritual life should always try to increase the level of his sattva guna, as it is like the diving board. We have in the swimming pools, we have the diving board from where we just dive into the swimming pool, or like in the ocean of bliss, you can say here. It is easier to go up to sattva from rajas than from tamas. It is difficult to raise yourself, to uplift yourself to state of sattva from the state of tamas. So what you should do is you should increase the level of your rajas. So haven't you seen some people dozing off the moment they sit for meditation? There are so many people, I mean, even in the hall, while Amma is giving darshan, we see so many people falling asleep. They think they are meditating, but they are falling asleep. Why? Because they are probably too rajasic in nature. And for them, it is so difficult, because to meditate properly, to focus properly, to make the mind one pointed, we may think that it is an active state of mind. It is not an active state of mind. It is a well-balanced state of mind
where sattva is predominant. And these people, they are predominantly rajasic. So they cannot silence their mind. For such people, the possibilities are greater to fall from rajas to tamas. But what if you are tamasic in nature? So when you are tamasic, the only way to overcome the state of tamas is become a little more rajasic. That's the reason why selfless action is prescribed by the great rishis of the past, the ancient seers, and Amma too gives so much importance to selfless action because Amma knows that 99% of people are predominantly tamasic or rajasic or a combination of rajas and tamas. We are very sensible people, aren't we? I mean, we have the at least to some degree we have the power to discriminate. Therefore, we have the capacity, we do have the capacity to manage the gunas the way we want them to be. And how do we do this? So the way we choose to act. So basically it depends, in short, it depends on your attention and your intention. Two aspects. By turning our attention to something and consuming that. So it depends on attention and intention. What is our body? It is born out of earth, such as food, water, air. And what is our mind? It's just information gathered from the outside world through the 5 organs of perception. So basically, we feed our mind with countless thoughts, feelings, emotions, and so forth. So unless you create a change in your basic outlook of the food you eat, the thoughts you think, the emotions you entertain, the way you use internet and technology, the games you play, the movies you watch, the music you listen to, and the WhatsApp messages you send, etc., etc., etc. There are so many things that contributes. It's so subtle. So those are the ways, and then from there you can slowly uplift yourself to the state of sattva.